വിവിധ കാര്യങ്ങൾ. അതുപോലെ തന്നെ മെഡി സിറ്റി പോലുള്ള പദ്ധതികൾ, മെഡിക്കൽ സംവിധാനത്തിന് ഒരു പ്രത്യേക ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു മെഡി സിറ്റി. ഒരു പക്ഷേ അത് നമ്മുടെ പോർട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല, അന്യ രാജ്യത്തു നിന്നുള്ളവർക്ക് പോലും, ശ്രീലങ്ക ആയാലും ലക്ഷദ്വീപ് ആയാലും മാൽദീവ്സ് ആയാലും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും കൂടുതൽ ആളുകൾക്ക് വന്ന് ചികിത്സ നേടാനുള്ള സൗകര്യം കിട്ടുന്ന വിധത്തിൽ തിരുവനന്തപുരത്തെ ഒരു മെഡി ഹബ്ബ്, അതായത് മെഡി സിറ്റി തന്നെ ഒരു ആസൂത്രണം ചെയ്യുന്ന പദ്ധതി. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അതിന് അന്തർദേശീയ പോർട്ടായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കിട്ടിയിരിക്കുകയാണ്. അവിടെ വരുന്നവർക്ക് എമിഗ്രേഷൻ ഫെസിലിറ്റികൾ വരെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ടൂറിസത്തിന് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടൂറിസം ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാധനം, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹെൽപ്പ്, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റെയിൽ സംവിധാനം, ഇപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് ബാലരാമപുരം വരെ വരുന്ന അണ്ടർഗ്രൗണ്ട് പാസേജ് റെഡിയാക്കണമെങ്കിൽ അതിനെ മെട്രോയുമായി കണക്ട് ചെയ്തിട്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സംവിധാനം, ഇതൊക്കെ ഒരു പക്ഷേ നരേന്ദ്രമോദി വന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.